നോർമലി ഒരു പ്രഷർ ബൂസ്റ്റർ പമ്പുകളിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് VFD ഡ്രൈവുകളുള്ള പമ്പുകൾ. അതായത് VFD ഡ്രൈവ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന പമ്പുകളാണ് ഇതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നത്. അതേപോലെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന പമ്പുകളുടെ ഏറ്റവും മിനിമം കോസ്റ്റ് 56,000-57,000 രൂപയാണ് ഇതിന് വരുന്നൊരു മിനിമം കോസ്റ്റ്. ഈ എക്സ്പെൻസിൽ നിന്ന് കുറച്ച് നമ്മളൊരു VFD ഡ്രൈവ് നമ്മൾ എക്സ്റ്റേണലി വെച്ചിട്ട് ഒരു പമ്പ് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ വരുന്ന കോസ്റ്റും അത് എത്രത്തോളം എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും എന്നതാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ചെക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് 4-5 ബാത്റൂം വരെ അറ്റ് എ ടൈം ബൂസ്റ്റ് ചെയ്യാവുന്ന, ഏകദേശം 4 ബാർ വരെ മാക്സിമം ലോഡ് ചെയ്യാവുന്ന ഒരു ക്ലാസിക്കിൻ്റെ സ്പെഷ്യലി ഡിസൈൻ ചെയ്തേക്കുന്ന വൈൻഡിങ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് സിംഗിൾ ഫേസ് ഇൻപുട്ട് വരുന്ന VFD ഡ്രൈവ്, അതായത് ഡൻഫോസിൻ്റെ ഒരു VFD ഡ്രൈവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ സിംഗിൾ ഫേസ് ഇൻപുട്ടും 3 ഫേസ് ഔട്ട്പുട്ടുമാണ് വരുന്നത്. അപ്പോൾ ഇതിന് പറ്റുന്ന രീതിയിൽ സ്പെഷ്യലി കോൺഫിഗർ ചെയ്ത വൈൻഡിങ് ഉള്ള ഒരു ക്ലാസിക്കിൻ്റെ 1 HP 4 സ്റ്റേജ് പമ്പാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൽ ഒരു ചെറിയ പ്രഷർ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഈ പ്രഷർ ട്രാൻസ്മിറ്റർ ആയിരിക്കും നമ്മുടെ മോട്ടറിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. VFD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ വേരിയബിളായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. എല്ലാ രീതിയിലും മോട്ടറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രഷർ ട്രാൻസ്മിറ്ററാണ്. അതേപോലെ ഈ VFD ഡ്രൈവിലേക്ക് കണക്ട് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ടാപ്പ്, ഷവർ കാര്യങ്ങളിലേക്കെല്ലാം നമ്മളിത് കണക്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ മെയിൻലി ഇതൊരു 2 ഷവറിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ പവർ കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ സെറ്റിങ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ടെക്നീഷ്യൻ ബിനിച്ചേട്ടനായിരിക്കും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ ബിനിച്ചേട്ടൻ്റെ കൈമാറാം. ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പുതിയൊരു റിസർച്ച് വീഡിയോ ആയിട്ടാണ് മുന്നോട്ട് വരുന്നത്. എൽദോസ് പറഞ്ഞ് ഒരു ഡ്രൈവ് വെച്ചിട്ട് ഒരു പമ്പ് എങ്ങനെ പ്രഷർ പമ്പ് ചെയ്യിക്കാം എന്ന എൽദോസ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു. നമ്മുടെ ക്ലാസിക് ശ്രേണിയിൽ ക്ലാസിക് പമ്പ്സ് അതിൻ്റെ അടുത്ത ഒരു സ്റ്റേജിലേക്ക് മുന്നേറാനുള്ളൊരു നടപടിയിലാണ് ഈ പരീക്ഷണം വരുന്നത്. അതായത് നമ്മളൊരു ഡ്രൈവ് ഉപയോഗിച്ചിട്ട് ഒരു പ്രഷർ പമ്പിനെ എങ്ങനെ ഡ്രൈവ് ചെയ്യിക്കാം എന്നുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മുൻനിരയിൽ നിൽക്കുന്ന പമ്പുകൾക്ക് മാത്രമേ ഡ്രൈവ് ഉപയോഗിച്ചിട്ടുള്ള സിസ്റ്റം ഉള്ളൂ. അതൊക്കെ ഒരു 55,000-60,000 രൂപ റേഞ്ചിൽ വിലയുള്ള ഇതുമാണ് ഇന്ന് മാർക്കറ്റിൽ. അപ്പോൾ നമ്മളതിനെ ഇങ്ങനെ ഒന്ന് ഇച്ചിരി ചിലവ് ചുരുക്കി ഒരു 40,000 രൂപ 40,000 രൂപ റേഞ്ചിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണമാണ്. അപ്പോൾ ഈ ഡ്രൈവ് ഉപയോഗിച്ച് നമുക്ക് ഡൻഫോഴ്സിൻ്റെ ആണ് ഈ ഡ്രൈവ് ഉപയോഗിച്ച് നമ്മൾ ഈ പമ്പ് 1 HP ഒരു മോട്ടറാണ്. ഈ മോട്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 3 ഫേസ് മോട്ടറാണ്. സിംഗിൾ ഫേസിൽ ഡ്രൈവ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. 3 ഫേസ് മോട്ടറിലാണ് ഡ്രൈവ് ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സാധാരണ ഒരു മോട്ടർ 6 ആമ്പിയറിലാണ് നോർമലി ഒരു 1 HP മോട്ടർ റൺ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു ഡ്രൈവ് ഉപയോഗിച്ച് ആ മോട്ടറിനെ ഡ്രൈവ് ചെയ്യിക്കുമ്പോൾ അതിൽ വരുന്ന ആമ്പിയറിൻ്റെ കുറവും അത് ഒരു ഇൻവെർട്ടർ ഫ്രണ്ട്ലി ആയി മാറുന്നത് എങ്ങനെയും എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ കണക്ഷൻസിലേക്ക് പോവാം. ഇതാണ് മോട്ടറിൻ്റെ കണക്ഷൻ. ഇത് നമ്മുടെ സപ്ലൈ ആണ്. VFD നോർമലി നമ്മൾ സപ്ലൈയിൽ കണക്ട് ചെയ്യുന്നു. ഫേസ് ന്യൂട്രൽ കറക്റ്റായിട്ടുണ്ട്. ഇനി ഇത് പ്രഷർ ട്രാൻസ്മിറ്ററിൻ്റെ വയറുകൾ. അപ്പം നമ്മളുടെ ഡ്രൈവ് അങ്ങനെ കണക്റ്റായി. ഇത് പ്രഷർ സെൻസറിൽ നിന്നുള്ള വയറാണ്. 24 വോൾട്ട് പ്രഷർ സെൻസറിലേക്ക് പോകണം. അത് ഡ്രൈവിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ 24 വോൾട്ട് പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ മോട്ടറിൻ്റെ വയറുകളും കാര്യങ്ങളും എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പമ്പ് വർക്ക് ചെയ്യാനുള്ള VFDയുടെ പ്രോഗ്രാം സൈഡിൽ സപ്പോർട്ട് തരുന്നത് വിഷൻ കൺട്രോൾസ് പാലക്കാടാണ്. ഇപ്പം നമ്മൾ നോർമലി 2.5 ബാറിലാണ് ഈ ഡ്രൈവർ നമുക്കിപ്പോൾ പ്രോഗ്രാം ചെയ്ത് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു സൈറ്റിൽ ഇപ്പോൾ 3 ബാറോ 4 ബാറോ പ്രഷർ വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം കസ്റ്റമൈസ് ചെയ്ത് റീപ്രോഗ്രാം ചെയ്യുന്നതാണ്. അത് അവരുടെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് അതിൻ്റെ സൈറ്റ് ഇൻസ്പെക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് ഉള്ള പ്രോഗ്രാമിംഗ് ലഭിക്കുന്നതാണ്. നമ്മൾ ബിനിച്ചേട്ടൻ പറഞ്ഞ പോലെ ഇതിൻ്റെ VFD ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു പ്രീമിയം പമ്പുകൾ പോലെ നമുക്കിതിനൊരു കമ്മീഷനിങ് ആവശ്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന പമ്പുകൾക്കെല്ലാം ഫ്രീ ആയിട്ട് നമ്മുടെ വിഷൻ കൺട്രോൾസിൽ നിന്ന് കമ്മീഷനിങ്ങിന് വരും. നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് അതിൻ്റെ VFD ഡ്രൈവ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പ്രഷർ കിട്ടാൻ പാകത്തിന് അവർ VFD റീപ്രോഗ്രാം ചെയ്തു തരും. കാരണം ഇത് അത്ര സിമ്പിളായിട്ട് സാധാരണ ഒരു ടെക്നീഷ്യൻ ആണെങ്കിലും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഒരു പാരാമീറ്റേഴ്സൊക്കെ നമുക്ക് അതിനാവശ്യമുള്ള ഡീറ്റെയിലൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റും. കാരണം അതിൽ മോട്ടർ ഡേറ്റ, റാം ടൈമും ഇൻപുട്ടും മോട്ടറിൻ്റെ ലിമിറ്റ്, അങ്ങനെ ഒരുപാട് ഡേറ്റ അതിൽ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ സാധാരണ ഒരു ടെക്നീഷ്യനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡേറ്റ കിട്ടിയാൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്രീ കമ്മീഷനിങ് ഉണ്ട്. അവർ വരാനുള്ള ഒരു 1-2 ദിവസത്തെ ഡിലേ ഉള്ളൂ.
അവർ വന്നിട്ട് നിങ്ങൾക്ക് അതിന് വേണ്ട സപ്പോർട്ട് ചെയ്തു തരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ അതിൻ്റെ ഡ്രൈവെല്ലാം കണക്ട് ചെയ്തു. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതാണ് ഓട്ടോമാറ്റിക്കലി നമുക്ക് മോട്ടോർ ഡ്രൈവായി നിൽക്കുന്ന പ്രഷർ ലോഡ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ പമ്പ് ലോഡ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി നമുക്ക് ടാപ്പ് തുറക്കാം. സാവകാശം ഷവർ തുറക്കുക. അപ്പോൾ ആ ഒപ്പം തന്നെ ഇവിടെ മോട്ടർ നമ്മൾ സാവകാശം ഇപ്പോൾ 0.4 ഇതാണ്. ആ ഷവറിൻ്റെ ഫ്ലോയ്ക്ക് അനുസരിച്ച് ഇവിടെ ആംബിയർ കൂടി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 2 ആംബിയറാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഒരു ഷവർ തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 2 ആംബിയറിലാണ് ഈ 1 HP മോട്ടർ ഡ്രൈവ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ മാക്സിമം ഫുൾ ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ ഒരു 5 ആംബിയറിലേക്ക് മോട്ടർ ഇതാവും. അത് നമുക്ക് കാണിക്കാം. ഇപ്പോൾ ഷവർ ക്ലോസ് ചെയ്തു, മോട്ടർ ഓഫായി, ആംബിയർ താഴേക്ക് ഡൗൺ ആവുന്നുണ്ട്. 0.3 0.10 പോയി. മോട്ടർ ഓഫ്, നിലവിലിപ്പോൾ ഓഫാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. 2 ബാറിന് ഇപ്പോൾ 2 ബാറാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2.5 ബാറൊക്കെയാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ചിട്ട് പമ്പ് ഓഫായി നിൽക്കുകയാണ്. ഇനി ആ ഷവർ ഒന്ന് തുറന്നേ വയ്യേ. അപ്പോൾ ഷവർ തുറക്കുമ്പോൾ റീഡിങ് വരുന്ന വ്യത്യാസം കണ്ടോളൂ. കണ്ടോ, മോട്ടർ സാവകാശം ഡ്രൈവ് ആവണം. സാവകാശം തുറക്കുക, ഫുള്ളായിട്ട് കൊടുക്കല്ലേ. ഒന്ന് ഓഫ് ചെയ്തിട്ട് ഉണ്ട്. പയ്യെ തുറന്നേ. ചെറിയൊരു ഫ്ലോ ഇതാ. അപ്പോൾ 0.6 1.5 1.6 ആംസാണ് ഇവിടെ ലോഡ് ചെയ്തത്. അപ്പോൾ ആ ഷവറിൻ്റെ ഫ്ലോ എന്ന് കാണിച്ചോളൂ. 1.5 ആംബിയർ ഡ്രൈവ് ആകുമ്പോൾ ആ ഷവർ ഈ ഫ്ലോയിലാണ് വെള്ളം വീഴുന്നത്. കുറച്ചുകൂടെ ഷവർ തുറന്നു. ഇപ്പോൾ വീണ്ടും 1.8 1.9 എന്ന രീതിയിൽ വന്നു. ഉണ്ടോ, 1.8 1.9. കുറച്ചുകൂടെ ഷവർ തുറന്നേ. അപ്പോൾ നല്ല പ്രഷറിൽ തന്നെ ഷവറിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2.1 ആണ് 2.1 ആണ് മോട്ടറിൻ്റെ എടുക്കുന്ന കറണ്ട്. കുറച്ചുകൂടെ കൂട്ടിക്കും. ഇപ്പോൾ 2 ബാർ പ്രഷർ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. 2 ബാർ പ്രഷർ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഷവർ ഫുൾ ഓപ്പൺ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ 2.2 ആണ് അതിൻ്റെ മോട്ടർ എടുക്കുന്ന കറണ്ട്. മോട്ടർ റൺ ചെയ്യുന്ന കറണ്ട് 2.2-ലാണ്. ഇനി നമുക്ക് ഈ മോട്ടറിൻ്റെ ഫുള്ളായിട്ട് ഇത് ഓപ്പൺ ചെയ്ത് വിടുവാണ്. ഷവർ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ വെറുതെ ടാപ്പ്, അതായത് ഫുൾ ഓപ്പണിങ് കൊടുക്കുവാണ് ഈ മോട്ടർ. ഇപ്പോൾ മോട്ടർ ഓഫായി. നിലവിൽ മോട്ടർ ഇപ്പോൾ ഓഫ് ആവുകയാണ്. ഞാൻ ഇനി ഇത് ഫുൾ ഓപ്പൺ കൊടുക്കുകയാണ്. ഇതാ, ഫുൾ ഓപ്പൺ കൊടുത്തു കഴിയുമ്പോൾ ആ ഇതിൽ നിന്ന് വരുന്ന പ്രഷർ, അപ്പോൾ എടുക്കുന്ന കറണ്ട് 5.6 ആണ് എടുക്കുന്ന കറണ്ട്. ഡ്രൈവ് സാവകാശമായിട്ട് ഇപ്പോൾ അത് നോക്കിക്കോളൂ. ഫുൾ ഓപ്പണിങ്ങിൽ നിന്ന് അത് മാക്സിമം എടുക്കുന്ന 3 ബാർ പ്രഷറിലേക്ക് പോയി ഓഫായി. നമ്മളിപ്പോൾ 2 ഷവർ ഇനി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ 2 ഷവറും ഒന്ന് തുറന്നിട്ട് നമുക്ക് അതിൻ്റെ ആംബിയർ കാര്യങ്ങളൊന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഷവർ തുറന്നിട്ടുണ്ട്. 2.2 ആംബിയർ 2.1 2.2 ആംബിയറിലാണ് ഒരു ഷവർ തുറന്നപ്പോൾ മോട്ടർ റൺ ചെയ്യണം. ഇനി അടുത്ത ഷവറും കൂടെ ഓപ്പൺ ചെയ്യണം നമ്മൾ. ഇപ്പോൾ അത് 3.6 3.7 ഷവറിൻ്റെ ഡിസ്ചാർജ് എന്ന് കാണിക്കും. 2 ഷവർ നല്ല ഡിസ്ചാർജ് ആ 2 ഷവറിലും കിട്ടുന്നുണ്ട്. അതായത് ഈ മോട്ടറിൻ്റെ മാക്സിമം ഡിസ്ചാർജ് വരുന്ന കറണ്ട് എന്ന് വെച്ചാൽ 5.6 ആണ്. എപ്പോഴും 5.6 എത്തിയിട്ടില്ല, 3 സംതിങ്ങിലേക്ക് എത്തിയിട്ടുള്ളൂ കറണ്ട്. ഡ്രൈവ് ഉപയോഗിച്ച് വരുമ്പോൾ കറണ്ടിൻ്റെ ഇതിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഒപ്പം തന്നെ ഇത് ഇൻവെർട്ടറിൽ എങ്ങനെ ഓടുമെന്ന് ഇപ്പോൾ വ്യക്തമായിട്ട് കാണാം. കാരണം ഒരിക്കലും ഈ ഒരു സ്റ്റാർട്ടിങ് ടോർക്ക് എന്നുള്ള ഒരു സംഭവം ഈ പമ്പിന് വരുന്നില്ല. സോഫ്റ്റായിട്ടാണ് സ്റ്റാർട്ടാവുന്നത്. അതുകൊണ്ട് ഇൻവെർട്ടറിൽ സുഖമായിട്ട് ഈ പമ്പ് ഡ്രൈവ് ആവുന്നതാണ്. എപ്പോഴും ഇൻവെർട്ടർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പമ്പാണ് ഡ്രൈവ് ഉപയോഗിച്ച് വരുമ്പോൾ കിട്ടുന്നത് നമുക്ക്. ഇപ്പോൾ മറ്റൊരു കമ്പനികളെ അപേക്ഷിച്ച് ഈ പമ്പിന് കോസ്റ്റും കുറവായിരിക്കും. മിനിമം ഇപ്പോൾ ഈ പമ്പ് സെറ്റ് ചെയ്തേക്കുന്നത് 2.2 to 2.5 ബാർ പ്രഷറിലാണ് നോർമൽ എൻ്റെ സ്വിച്ചിങ്. അപ്പം ഞാനിപ്പോൾ ഒന്നുകൂടെ പമ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രഷർ കാണാൻ പറ്റും.
അപ്പോൾ ഒരു ഷവർ ക്ലോസ് ചെയ്തു. പമ്പിൻ്റെ ആംബിയർ 2.3 വന്നു. വീണ്ടും അടുത്ത ഷവർ ഞാൻ ക്ലോസ് ചെയ്തു. പമ്പിൻ്റെ ആംബിയർ ഡൗൺ ആയി. പമ്പ് ഓഫ് ആവും. ഇതാ പമ്പ് ഓഫായി. 2.5 ആണ് പ്രഷർ നിൽക്കുന്നത്, അച്ചീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെ നോക്കിക്കോളൂ. ഒന്നോടെ ഞാൻ ഒരു ഷവർ തുറന്ന് കാണിക്കാം. അപ്പോൾ എൻ്റെ റീഡിംഗ് ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. പമ്പ് ഡ്രൈവായി. 1 ആംബിയറിലെ പമ്പ് ഡ്രൈവായി. 2 ആംബിയറിൽ നല്ല പെർഫോമൻസ് ഷവറിൽ കിട്ടുന്നുണ്ട്. സിംഗിൾ ഷവർ. ഇപ്പോൾ ക്ലാസിക് ബ്രാൻഡിൽ നമ്മുടെ പുതിയ പ്രൊഡക്റ്റായിട്ട് മാർക്കറ്റിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്ന പ്രോഡക്റ്റാണിത്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഡെമോ വീഡിയോ എന്നുള്ള രീതിയിൽ കണക്ക് കൂട്ടിയാൽ മതി. നമ്മൾ ഈ പമ്പിൻ്റെ ഏകദേശം ബഡ്ജറ്റ് കണക്കൂട്ടുന്ന ഒരു 35,000-നും 40,000-നും ഇടയ്ക്കാണ്. അത് കൃത്യമായിട്ട് നമ്മൾ കണക്കൂട്ടി നോക്കിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് ആയിട്ടേ ഉള്ളൂ. നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡ്രൈ റൺ സെൻസർ എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ലൈനിൽ വെള്ളമില്ലാതെ വന്നു കഴിഞ്ഞാൽ മോട്ടോർ വർക്ക് ചെയ്യാതിരിക്കാനുള്ളൊരു സിസ്റ്റം നമ്മളിതിൽ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻസ്റ്റലേഷന് വേണമെങ്കിൽ നമുക്ക് എറണാകുളം ജില്ലയുടെ പുറത്തേക്ക് വേണമെങ്കിൽ നമുക്ക് വരാൻ പറ്റും. പക്ഷേ അതെപ്പോഴും നിങ്ങൾക്ക് ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് കോസ്റ്റ് അധികമായിരിക്കും. അപ്പോൾ ഇൻസ്റ്റലേഷൻസ് നിങ്ങൾ ലോക്കൽ ആരൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ടെക്നീഷ്യനെ കൊണ്ട് ചെയ്യിച്ചിട്ട് കമ്മീഷനിങ്ങിന് വേണ്ടി എന്തായാലും നമ്മുടെ സൈറ്റിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇൻസ്റ്റലേഷൻ നിങ്ങൾ ലോക്കൽ ചെയ്യിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് കമ്മീഷനിങ്ങിന് വേണ്ടി നമുക്ക് വരാം. ഈ പറഞ്ഞ ഡ്രൈ റൺ പ്രൊട്ടക്ഷനും ഇതെല്ലാം ഒരു എൻക്ലോഷറിനകത്താക്കി ടോട്ടലി സേഫ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുക. 1 ഇയർ ആണ് ഇതിൻ്റെ കൺട്രോളറിനും മോട്ടറിനും എല്ലാം വാറണ്ടി വരുന്നത്. അപ്പോൾ ഒരു VFD ഡ്രൈവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായി കാണും. ഒന്ന്, അത് ഇൻവെർട്ടർ ഫ്രണ്ട്ലി ആണ്. 2, നമ്മുടെ യൂസേജിനനുസരിച്ച് മാത്രം കൺസപ്ഷൻ വരണതുകൊണ്ട് നമുക്കതിൻ്റെ RPM അതേപോലെ അതിൻ്റെ കൺസപ്ഷനൊക്കെ വേരി ചെയ്യാൻ പറ്റുന്നതാണ് VFD ഡ്രൈവുകൾ. അപ്പോൾ നമ്മുടെ യൂസേജ് കുറവാണെങ്കിൽ അതനുസരിച്ച് കുറവ് കൺസപ്ഷനും, യൂസേജ് കൂടിയാൽ മാത്രം കൂടുതൽ കൺസപ്ഷനും. ഇതിലുള്ള ഒരു എനർജി സേവിങ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമ്മൾ സാധാരണ ഡ്രൈവുകളില്ലാത്ത സാധാരണ ഒരു 1 HP പമ്പ്, ആവറേജ് ഒരു ബ്രാൻഡഡ് പമ്പുകൾ വരാൻ നേരത്തെ ഒരു 25,000-നും 30,000-നും ഇടയ്ക്കാണ് ഒരു 1 HP പമ്പ് വരിക. പലപ്പോഴും ഇതിൻ്റെ യൂസേജ് വരുന്നത് ഒരു ടാപ്പോ ഒരു ഷവറോ അല്ലെങ്കിൽ 1-2 ടാപ്പുകളൊക്കെയാണ് മാക്സിമം ഇതിൽ യൂസേജ് വരാറുള്ളൂ. അപ്പോഴും നമുക്ക് വരുന്ന കൺസപ്ഷൻ വലിയ കാര്യമായിട്ട് വ്യത്യാസമില്ലാതെ ഈ 1 HP തന്നെ കറണ്ട് എടുത്തിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുക. ഇതേപോലെയുള്ള ഡ്രൈവുകളുള്ള പമ്പ് വെച്ച് കഴിഞ്ഞാൽ യൂസേജ് ഉള്ള സമയത്ത് മാത്രം, അതായത് നമ്മൾ 4 ബാത്റൂമൊക്കെ അറ്റ് എ ടൈം വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് 5 ആംപിയർ കറണ്ടും, മറിച്ച് നമ്മളൊരു ടാപ്പോ ഒരു ഷവറൊക്കെയാണ് വർക്ക് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 1.2 ആംപിയർ, ഒരു 250 വാട്ട്സിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് ആ കൺസപ്ഷൻ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈസി ആയിട്ട് ഈ സ്റ്റാർട്ടിങ് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇൻവെർട്ടറിൽ ഈസി ആയിട്ട് അത് ഓടുകയും ചെയ്യും. ഇനി നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ഒരു കോൺടെസ്റ്റ് പറഞ്ഞിരുന്നു. അതിൽ വരുന്ന കമൻറ്റുകൾക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരാൾക്ക് നമ്മൾ അതിൻ്റെ 50% ഡിസ്കൗണ്ട് ആ പമ്പ് സെയിൽ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അത് ഇക്ബാൽ വലിയ പറമ്പിൽ എന്ന് പറഞ്ഞ ഒരാളുടെ കമൻറ്റിനാണ് വന്നത്. ഏകദേശം 47 ലൈക്കോളാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റിന് വന്നത്. അപ്പോൾ അദ്ദേഹം നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കാം. കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 50% ഡിസ്കൗണ്ടിന് ആ പവർ 2 എന്ന് പറയുന്ന ഒരു പ്രഷർ ബൂസ്റ്റർ പമ്പ് അദ്ദേഹത്തിന് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള കൂടുതൽ എക്സ്പീരിയൻസിനും ഒരുപാട് സ്ട്രെയിൻ എടുത്ത് ഒരുപാട് ഹെൽപ്പോട് കൂടി ചെയ്തൊരു വീഡിയോ ആണ്. നമ്മൾ പ്രത്യേകം പറഞ്ഞ പോലെ എൻ്റെ ഒരു വിഷൻ കൺട്രോൾസിന് സ്പെഷ്യലായിട്ടൊരു താങ്ക്സ് പറയുന്നു. അവരാണ് അതിൻ്റെ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളും കാലിബ്രേഷനൊന്നും അത്ര ഈസി ആയിട്ടുള്ളൊരു സംഗതിയല്ല. അതിൻ്റെ കാലിബ്രേഷൻ ഒക്കെ ചെയ്ത് തരാനായിട്ട് 1-2 തവണ പാലക്കാട് നിന്ന് ഇവിടെ വരെ വന്ന് നമ്മളെ സഹായിച്ചു. അപ്പോൾ അവർ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസിനും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസിനൊക്കെ ആയിട്ട് തുണ്ടത്തിൽ ട്രേഡേഴ്സ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.